എങ്ങനെ വിലയിരുത്താം മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങളെ? ഇപ്പോൾ ചർച്ചകളിലേക്ക് തിരിയുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇത് അവസാനത്തെ അവസരമാണ്, ഇനിയൊരു അവസരം ഇറാന് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യവും. എങ്ങനെ വിലയിരുത്താം? കാര്യങ്ങൾ തികച്ചും വ്യക്തമാണ്. കാരണം ഇറാന്റെ IRGCയുടെ നേതൃത്വം അതിന്റെ അവസാന ഘട്ടത്തിലുള്ളവരെ വെച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ, പ്രത്യേകിച്ചും ഖത്തർ വഴി നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ പക്കൽ മുന്നോട്ട് പോകുവാനുള്ള നേതൃത്വമില്ല. അപ്പോൾ ഈ നേതൃത്വം ഇല്ലാതായി പരിപൂർണമായിട്ട് ഒരു അടിച്ചമർത്തലിലേക്ക് അമേരിക്ക മുതിരുകയാണെന്നുണ്ടെങ്കിൽ IRGC പിന്നീട് ഉണ്ടാവില്ല. അപ്പോൾ വരാൻ പോകുന്ന ഒരു സാധ്യത ഇറാനിലെ അവശിഷ്ട IRGCയെ നിലനിർത്തിക്കൊണ്ട് അത് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ, ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമിക്കാത്ത തരത്തിലുള്ള ഒരു സന്ധി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹോർമുസിന്റെ മേലുള്ള അതിന്റെ ആ ഒരു കൺട്രോൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന സന്ധിയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് നെറേറ്റീവുകളിലോ ഒക്കെ പറയുന്നത് പോലെ ഇറാൻ ജയിക്കുന്നു എന്നൊരു പ്രചരണമല്ല അവിടെ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് അമേരിക്ക തന്നെ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ്. കാരണം GCC രാജ്യങ്ങൾ അവസാന വാർണിംഗ് എന്ന പോലെ തന്നെയാണ് ഇവർക്ക് ഇപ്പോൾ ഇറാന് അവർക്ക് ഈ ഒരു അവസരം നൽകിയിരിക്കുന്നത്. കാരണം ഇനി ഞങ്ങളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എൻഗേജ്മെന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ ഹിറ്റ് ദം വെരി ഹാർഡ്, സ്റ്റിൽ ദേ വിൽ ഹാവ് നോ വേ ടു റൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇനി അവർക്ക് ഓടാൻ കഴിയാത്ത വിധത്തിൽ അവരെ ആക്രമിക്കുമെന്ന് പറയുന്ന ആ നടപടിയിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു. അതിന്റെ ഒപ്പം തന്നെ ട്രംപ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഹോർമുസ് കടലിലേക്ക് പൂർണ്ണമായും IRGCയുടെ നിയന്ത്രണത്തിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ ഗാലന് $2.5 വരെ പോലും എത്തുന്ന രീതിയിലേക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യാൻ പറ്റുമെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IRGC വളരെ ഡെസ്പറേറ്റ് ആണ്, അവർ നിരാശരാണ്. കാരണം വെച്ചാൽ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ആക്രമണമോ ശേഷിയോ ഒന്നും അവരുടെ കയ്യിലില്ല. ആകെയുള്ളത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ അവകാശപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ നറേറ്റീവ്, ഒരു ഫേക്ക് അജണ്ട മാത്രമേ കയ്യിലുള്ളൂ. അതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള പ്രതിഫലനമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക തൽക്കാലം ഒരു അവസരം കൂടി അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് പിറകിലുള്ളത് ഖത്തറാണ്. ഖത്തറിന്റെ ഒരു ഇന്റർനാഷണൽ മീഡിയേഷൻ വഴിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ മറ്റ് പ്രതിഫലനങ്ങളും കാണാൻ കഴിയും. മറ്റൊരു കാര്യം, അമേരിക്കയുടെ ആയുധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ എത്രത്തോളം ശരിയാണ്? അറ്റാക്കംസ് അടക്കമുള്ള മിസൈലുകളുടെ അത് ഇല്ലാതായിരിക്കുന്നു, പാട്രിയോട്ട് മിസൈലുകൾ ബാറ്ററികളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ എത്രത്തോളം നമുക്ക് എങ്ങനെ വിലയിരുത്താതെ? തികച്ചും അവിടെ അത് കഴിഞ്ഞ 2 മാസമായിട്ട് തന്നെ അമേരിക്കയുടെ പക്കൽ ആയുധങ്ങൾ കുറയുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ട് വെരിഫൈ ചെയ്യാവുന്ന ഒരു സോഴ്സിൽ നിന്നും അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷനും വന്നിട്ടില്ല. അമേരിക്കൻ സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഓതന്റിക് ആയിട്ടുള്ള സോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് അമേരിക്കൻ കോൺഗ്രസിന് മുന്നിൽ നടത്തുന്ന സമ്മറി ഡീപ്പോസിഷൻസ് അല്ലെങ്കിൽ അഫിഡവിറ്റുകളോ സത്യവാങ്മൂലങ്ങളോ ഒക്കെയാണ്. അതുപോലെ തന്നെ സെനറ്റ് വിളിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള വിചാരണാ യോഗങ്ങളിൽ വരുന്ന കണക്കുകളാണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ നേരിട്ടുള്ള കണക്കുകളാണ്. ഇതൊന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ വരുന്നത് CSIS. അപ്പൊ അമേരിക്കയിൽ ഒരുപാട് വാഷിംഗ്ടൺ ബേസ് ചെയ്തിട്ടുള്ള തിങ്ക് ടാങ്കുകളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുണ്ട്. ഇവരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലോബിയുടെ ആൾക്കാരാണ്. അവർ പറയുന്നതാണ്. കാരണം ഒരു രാജ്യത്തിന്റെയും ആയുധ ശേഖരം എന്ന് പറയുന്നത് 2-5 വർഷത്തേക്കുള്ളതല്ല. അത് അവരുടെ പീറ്റ് ഹെക്സത്ത് ഉൾപ്പെടെയുള്ളവർ വിശദമാക്കി കഴിഞ്ഞു. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു 1-2 യുദ്ധങ്ങൾക്ക് വേണ്ടി മാത്രം ബിൽഡ് ചെയ്തൊന്നല്ല, കൺസിസ്റ്റന്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ഇത്തരം മിസൈലുകളുടെയും ആയുധങ്ങളുടെയും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഉള്ള രാജ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് എനിക്ക് അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്ന് അങ്ങോട്ട് അറിയിക്കട്ടെ. മറ്റൊരു കാര്യം കൂടി, ഈ ഹൂത്തികളുടെ ഇപ്പോൾ സൗദിയുടെ എണ്ണക്കപ്പലുകളെ ആക്രമിക്കുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, കപ്പലുകൾ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു. അത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്? അവിടുത്തെ എന്തുകൊണ്ടാണ് അവിടെ ഈ യുദ്ധം ഒരു അവസാനമില്ലാതെ നിൽക്കുന്നത്? യുദ്ധമല്ല, ഒരു കോൺഫ്ലിക്റ്റ് അവസാനമില്ലാതെ നിൽക്കുന്നത്? ഇറാന് വേണ്ടിയിട്ട് അണിയറയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ സപ്ലൈ ചെയിനിനെ സാമ്പത്തിക ശൃംഖലയെ അപ്സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഹൂത്തികളുടെ ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാലോ, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി, അതുപോലെ സൗദി കപ്പലിന് നേരെ ആക്രമണം. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന് വേണ്ടി നടത്തുന്ന പ്രോക്സി അറ്റാക്സ് ആണ്. പക്ഷേ ഇതില് ലോകരാജ്യങ്ങൾ ഇനി ആലോചിക്കേണ്ടത് എത്രയാണ് ഇതിനെയൊക്കെ ഇത്തരം സംഘടനകളെ ഇങ്ങനെ തുറന്നു വിടാൻ കഴിയുമെന്നുള്ളതാണ്. ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ട, അടിച്ചമർത്തേണ്ട സമയമായിരിക്കണം. കാരണം അവിടെ ഈ സപ്ലൈ ചെയിൻ തകർന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ് തകരാറിലാവുന്നത്, അല്ലെങ്കിൽ പിന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ
ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനി ആഗോള സമൂഹം അല്ലെങ്കിൽ ഗ്ലോബൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും വേണം. അതോടൊപ്പം ഏതൊക്കെ രാജ്യത്തിന്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണമെന്ന് ആ രാജ്യങ്ങൾ ഇനി ഇറങ്ങണം. ആ രാജ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവരുടെ ഫ്ലീറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ അവർ നമ്മുടെ നാവിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഇവർ അതിലേക്ക് പുഷ് ചെയ്യുകയാണ്. കാരണം കപ്പലുകൾ തകർക്കുക എന്ന് പറയുമ്പോൾ, അതായത് കപ്പലുകൾ ആക്രമിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു സമുദ്രപാതയെ അൺസ്റ്റേബിൾ ആക്കി നിർത്തുന്നതിനകത്ത് നിന്ന് യമനികൾ അല്ലെങ്കിൽ ഹൂത്തികൾ ഉദ്ദേശിക്കുന്നത് ഇറാന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദതന്ത്രമാണ്. അപ്പൊ ഇതിനെയൊക്കെ ചെറുക്കുവാനായിട്ട് ആഗോളതലത്തിലുള്ള കൂട്ടായ്മകൾ ആവശ്യമാണ്. സെക്യൂരിറ്റി അലയൻസസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊളാബറേഷൻസ് ആവശ്യമാണ്. അതിന്റെയൊക്കെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പരമ്പരാഗത ശൈലിയിലുള്ള ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള യുദ്ധം എന്ന കാലമൊക്കെ പോയിരിക്കുകയാണ്. കാരണം ഡ്രോൺസ് ഉൾപ്പെടെയുള്ള മ്യൂണിഷൻസും വാർഫെയറും ഒക്കെ വന്നതോടുകൂടി തന്നെ യുദ്ധങ്ങളുടെ സ്വഭാവം മാറി. സപ്ലൈ ചെയിൻ ആക്രമണങ്ങളോടുകൂടി സാമ്പത്തിക സ്വഭാവം മാറി. അപ്പോൾ അതിനെയൊക്കെ ആ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മ, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർ ഇവരുടെ ഈ വരട്ട് പാരമ്പര്യവാദം വെടിഞ്ഞതിന് ശേഷം ശക്തമായിട്ട് സെക്യൂരിറ്റി എക്കണോമിക് താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ പ്രത്യാക്രമണം അഴിച്ചുവിടേണ്ട സമയമായിരിക്കുകയാണ്. വളരെ നന്ദി അങ്ങ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. ഡോക്ടർ അഭിലാഷ് ജി രമേശ് വിദേശകാര്യ വിദഗ്ധനാണ്. അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്.